ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി മൂന്ന് മാത്രം. ശരിയായ പ്രസ്താവനകൾ: 1. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. 2. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. 4. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. നാലാമത്തെ ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമര നായക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ സി സൂര്യ സെൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി 1, 2, 3, 4. 1. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. 2. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി. ഒന്നാമതായി കുണ്ടറ വിളംബരം, രണ്ടാമതായി മലയാളി മെമ്മോറിയൽ, മൂന്നാമതായി ഗുരുവായൂർ സത്യാഗ്രഹം, നാലാമതായി നിവർത്തന പ്രക്ഷോഭം. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, പ്രത്യക്ഷരക്ഷാ ദൈവസഭ, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം. പത്താമത്തെ ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 2, 4. 1. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം. 2. ടി.കെ. മാധവൻ നേതൃത്വം നൽകി. 4. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി 1950 ജനുവരി 26. 12. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ ബി 86ാമത് ഭേദഗതി 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സ്വത്തവകാശം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ഓപ്ഷൻ എ ബ്രിട്ടൻ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ബി ഓം ബിർള. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏവ? ഓപ്ഷൻ ബി എയും സിയും. എ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായിരുന്ന മലയാളി. സി ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. 19ാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ആയിരുന്ന പ്രദേശം ഏത്? ഓപ്ഷൻ എ ഗോവ. 20 ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആര്? ഓപ്ഷൻ ബി വിക്രം സാരാഭായ്.
ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്ക് ശാല ആരംഭിച്ചത്? ഓപ്ഷൻ സി റഷ്യ. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ് നൽകുന്ന സേവനങ്ങൾ ഏവ? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. 24 റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി? ഓപ്ഷൻ ബി സേഫ് കേരള. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2 മാത്രം. നർമ്മദ, താപ്തി. 26 ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ? ഓപ്ഷൻ എ ഡോക്ടർ പി വീരമുത്തുവേൽ. 27 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം? ഓപ്ഷൻ സി നീർവാർച്ചയുള്ള മണ്ണ്. 28 അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി മഹാരാഷ്ട്ര. 29 ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം? ഓപ്ഷൻ സി 8° 4 വടക്ക് മുതൽ 37° 6 വടക്ക്. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഓപ്ഷൻ ഡി ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. 31 വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പുകളിലൂടെ നൽകുന്ന രീതി? ഓപ്ഷൻ ഡി ഫെർട്ടിഗേഷൻ. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. ശരിയായവ: എ നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. സി ഭാരതപ്പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഇവയാണ് ശരിയായ പ്രസ്താവനകൾ. 34 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി? ഓപ്ഷൻ ബി ജീവിതം ഒരു പെൻഡുലം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഓപ്ഷൻ എ ചെറുധാന്യ വർഷം. 36 പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഇവയെല്ലാം. മുതിരപ്പുഴ, പെരുഞ്ചാംകുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ. 37 ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ. നെയ്യാർ തിരുവനന്തപുരം, ചെന്തുരുണി കൊല്ലം, കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂർ. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാത്തറിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ സി mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. 39 ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 4 മാത്രം. ശരിയായവ: കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. 40ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ എ പോത്തുകൽ. 41 തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ? ഓപ്ഷൻ ബി വേമ്പനാട്ടു കായൽ. 42 മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻ എ 1 മാത്രം. 1 പള്ളിവാസൽ ചെങ്കുളം. 43ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 1 മാത്രം. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. ഇന്ത്യയിൽ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ സി തമിഴ്നാട്. താഴെ എഴുതിയവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി സുന്ദർബൻ ഡെൽറ്റ.
46 ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി കാലാവസ്ഥാ വ്യതിയാനം. 47 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 11. 48 കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചായിരുന്നു? ഓപ്ഷൻ ഡി തിരൂർ മുതൽ ബേപ്പൂർ വരെ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി പാൽ. 50 UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ ബി കോമൺവെൽത്ത് രാജ്യങ്ങൾ. 51 ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി നൈട്രജൻ. 52 INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. 53 അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏത്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. ഓപ്ഷൻ സി ജീവകം ഡി കണ. 54 വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിൽ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ നെല്ല്. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്? ഓപ്ഷൻ ഡി പറമ്പിക്കുളം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 3 ശരി, 4 തെറ്റ്. മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യവന വ്യവസ്ഥയാണ്. രക്തപര്യവന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ 2023 കേരളത്തിൽ നിപ രോഗം റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയില്? ഓപ്ഷൻ സി കോഴിക്കോട്. 58 പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ഉറുമ്പ് പൊടി. 59 വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനിയിൽ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ്? ഓപ്ഷൻ എ എയറോപോണിക്സ്. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ്? ഓപ്ഷൻ ബി പ്രകീർണനം. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 3. 1 ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. 3 ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. 62ാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ. 63 ഇരുമ്പിന്റെ അയിര് ഏത്? ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്. 64 പാരപ്പെറ്റിൽ വച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ത്? ഓപ്ഷൻ സി ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. 65 ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാന മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ സി ഒഡീഷ. 66 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം? ഓപ്ഷൻ ബി സ്പെയിൻ. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ഹൃദയം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ എ എയ്ഡ്സ്. 69 പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളിലൂടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ? ഓപ്ഷൻ ഡി എംഫസീമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി? ഓപ്ഷൻ ബി എൽസ. 71 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. 72 ദഹനഫലമായി പ്രോട്ടീൻ വിഘടിപ്പിച്ച് ഉണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? ഓപ്ഷൻ സി അമിനോ ആസിഡ്. 73 കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫൂട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? ഓപ്ഷൻ ബി ഫംഗസ്. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? ഓപ്ഷൻ എ ഇൻസുലിൻ. 75 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി?
ഓപ്ഷൻ സി ആരോഗ്യകിരണം. 76 ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ ഡി കക്കോടി, കോഴിക്കോട്. 2021 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ബി ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. 78 ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി പെരിക്കാർഡിയം. 79 ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത്? ഓപ്ഷൻ സി BCG. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ തിരുവനന്തപുരം.